സിനിമ റിലീസായതിനു ശേഷം എല്ലാ സിനിമകളും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഒരുപാട് ഇതിൽ റിവ്യൂ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമയെ വിലയിരുത്തുന്നവരല്ലേ അത് കാണാൻ വേണ്ടി വരുന്നവരും കാണാതിരിക്കാൻ പോകുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം ഈ റിലീസ് സമയത്തോ അത് കഴിഞ്ഞോ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു കുറവ് വന്നിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഈ ഒരു സിനിമ എന്നല്ല, എല്ലാ സിനിമകളിലും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലർക്ക് റിവ്യൂസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ റിവ്യൂസിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു, അത് ജെനുവിനായിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അതിനകത്തൊരു എന്താ പറയുക, ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം. പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു. പക്ഷെ എന്നിട്ടും ഇവിടെ സിനിമകൾ ഓടിയിട്ടുണ്ട്. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ, ഇപ്പം ഞാനടക്കം, നമ്മൾ റിവ്യൂവിനേക്കാളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവർ പറയുന്ന. കാരണം ചിലപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന്. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള അയാൾ ടേസ്റ്റിലുള്ള ഒരാളല്ല റിവ്യൂ പറയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടത്തില്ല, എനിക്കതിപ്പോൾ ഇഷ്ടപ്പെടും. അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സജസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ സിനിമ ഇപ്പം അങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഈ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് അറിയാൻ മേലാത്തവരും 4-5 വർഷം കൂടി ഞാൻ ഇപ്പോൾ ഇവരെ കാണിച്ചുള്ളൂ. മെസ്സേജ് ഇട്ട്, ഒരു ഓഡിയോ മെസ്സേജ് ഒരു ലേഡി ഇട്ടിട്ട് പറഞ്ഞു, എന്നെ 5 വർഷം കൂടി സാറേ പടത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ പോയിട്ടില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വൈകുന്നേരം കണ്ടിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയി. പുള്ളിക്കാരത്തി 5 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഇട്ടു. അപ്പം അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ സിനിമയും ഫേസ് ചെയ്യുന്നതാണ്. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിങ്ങനെ നടക്കും. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കാശ് മേടിച്ചുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമുക്കറിയാൻ മേലാത്തൊരു കാര്യം പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കാശൊക്കെ മേടിച്ച് ചെയ്യുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, താങ്ക് യു. സാറേ, പണ്ടൊക്കെ കുട്ടികളെ ഒലയ്ക്ക് അടിച്ചാണെങ്കിലും വളർത്തണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആ കൊച്ചു ചോദിച്ച പോലെ എന്ത് തെറ്റ് ചെയ്താലും പാരൻസ് അത് ക്ഷമിച്ചു കൊടുക്കുകയാണ്. അതായത് എന്റെ മകനല്ലേ. അത് തെറ്റാണ് മോനെ. എന്ത് തെറ്റ് ചെയ്താലും പാരൻസ് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്ത് തെറ്റ് ഇപ്പൊ ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുന്നല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുകയാണ്, ഒരു ലവ് അഫെയർ ഉണ്ടാവാണ്. അത് പണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടിയുടെ പുറകെ നടക്കരുത്, തെറ്റാണ് എന്നൊക്കെ രീതിയിലാണ്. പക്ഷെ ഇപ്പോ ഒരു ഇഷ്ടം തോന്നി നമുക്ക് ധൈര്യമായിട്ട് പാരൻസിനോട് പറയാം. പക്ഷെ ചിലപ്പോൾ സ്റ്റോക്കിംഗ് ഉണ്ടാവും അതില്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ലേ? അല്ല, അത് പേരൻസിനെ അനുസരിച്ചിരിക്കും. സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പം ബിസി ആയിട്ടുള്ള പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണ്, മകനെയോ അല്ലെങ്കിൽ മകളെയോ നോക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. അപ്പം അതൊരു ബാഡ് പാരന്റിങ് ആണ്. പിന്നെ അങ്ങനെ ഉള്ളവർക്ക് എനിക്ക് കുറച്ച് കേസസ് അറിയാം. എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, അയ്യോ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ സമയം, അതുകൊണ്ട് എല്ലാ ഇഷ്ടവും സഹിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് ഒരു സ്റ്റേജ്, ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഒരിക്കലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ആവശ്യപ്പെടും. അപ്പം ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക, അത് ചെയ്യുക. കാരണം ആ നോ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പിള്ളേർക്ക് നഷ്ടപ്പെടും. ഇതിപ്പോൾ ഒരു പണ്ട് ഞാനൊരു വായിച്ചിട്ടുണ്ട്, ദ ആർട്ട് ഓഫ് സെയിങ് നോ. പിള്ളേർ നോ കേട്ട് വളരണം. അപ്പം അത് പല സാഹചര്യം കൊണ്ടാണ്. ചില അപ്പനമാർക്ക് അത് അറിയാൻ മേല, അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. കാരണം പണ്ട് ഒലക്കടിക്കടിച്ച് വളർത്തുന്നു പറഞ്ഞല്ലോ, അന്ന് 5-8 ഒക്കെയാണ്. അപ്പം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ ഒലക്കൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പം ആകപ്പാട് ഒന്നേ ഉള്ളൂ. അതിനെ 2 പേരോടെ പുന്നാരിച്ച് സ്നേഹിച്ച് അത് വേറൊരു രീതിയിലാണ്. അതിനകത്തൊക്കെ കറക്ഷൻസ് വരുത്തണം. അത് പേരൻസ് ബോധവാന്മാരാകണം. അത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കുറേ ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ വഴിതെറ്റി പോകുന്നുള്ളൊരു പറയാറുണ്ട്. അല്ല, ഇപ്പോഴത്തെ തലമുറ അങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്.
അതിന് അവരുടെ കൂടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പഴയ സ്റ്റൈലിൽ ഇപ്പോൾ പാരന്റിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല. കാലഘട്ടം മാറി. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സോ 6 വയസ്സുള്ള കൊച്ച് ഒരുപക്ഷെ പേരൻസിനേക്കാൾ അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം അവൻ്റെ കയ്യിലുണ്ട് ഫോണും ടാബും. അപ്പം അതനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അതൊരു ആർട്ടാണ്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ക്ലാസ് അല്ലെങ്കിൽ അതെല്ലാവരും പേരൻസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ ചേച്ചിയുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ പാരന്റിങ്ങിനെ കുറിച്ചുള്ളതാ. അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കുമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പാരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇതൊരു ഡീഫോൾട്ട് മോഡിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവണം, അതങ്ങനെ അങ്ങ് പൊയ്ക്കോളും, എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. ബിക്കോസ് എനിക്ക് നല്ലൊരു പേരൻ്റ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്വതയുള്ള ഒരാളാവണം. ബിക്കോസ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ കുറേം കൂടെ കെയർ ചെയ്യാമായിരുന്നു എന്നെക്കുറിച്ച്. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ്. അപ്പോൾ അവർ അവസാനം നോക്കിയപ്പോൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ട പേരൻസാണ്. പിന്നീട് എൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് കുട്ടികൾ എന്നാൽ ഞാൻ പേരൻ്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോൾ ഒരു കരിയർ പേഴ്സണാണ്. കരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷനുണ്ട്, ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് എടുക്കണോ. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്താഗതികളാണ്. അപ്പോൾ 2 പേരൻസും കരിയറിൻ്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആര് നോക്കും? അപ്പം ഐ ബിലീവ് ദാറ്റ് പാരൻറ്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തലമുറ, ഓരോ തലമുറ ബെറ്റർ ആൻഡ് ബെറ്റർ ആവണമെങ്കിൽ ആ തലമുറയിൽ പേരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളൊരു തലമുറയാണ്. അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ തലമുറ വിച്ച് ഇസ് കോൾഡ് എ വെരി ഷോർട്ട് ഫേസാണ്. മില്ലനിയൽസിന് തൊട്ട് മുമ്പ് 76 to 83 എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ തല്ലുകൊണ്ട് വളർന്നവർ. എന്തിനും ഏതിനും അടി, നിങ്ങൾ തെറ്റ് ചെയ്താലും അടി, നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അടി എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആയിരുന്നു. സ്കൂളിൽ അടി കൊള്ളുമായിരുന്നു, ചൂരിലുകൊണ്ട് അടിക്കുക, അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരുപാട് കെയറും റെസ്പെക്റ്റും കിട്ടി വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത്. അതൊരു പക്ഷെ നല്ലതായിരിക്കാം, നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ തലമുറ തലതെറിച്ചതാണെന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ എല്ലാ തലമുറയും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വെറുതെ ഒരു ക്ലീഷ്യ സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ, ചിച്ചു സാറോടാണ്. ദൃശ്യത്തിന് ശേഷം താങ്കൾ പ്രേക്ഷകർ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷെ എന്നാൽ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ലാസിയാണെന്നും പിന്നെ പഴയ നിലവാരമില്ലാന്നും റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ സാറ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതാണോ ജിത്തു ജോസഫ് എന്ന? ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞു ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ വരരുത്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജ് ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം പക്ഷേ മെമ്മറീസ് പോലെ ആയില്ല. ഞാൻ പറഞ്ഞത് മെമ്മറീസ് അല്ല ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെൻറ്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെൻറ്റ് ഫിലിം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പം, ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ടാഗ് ലൈൻ തന്നെ
നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഒൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷിച്ച ആൾക്കാരൻ എന്നെ വിളിച്ചപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാൾ, ഞാൻ ഇത് പേര് പറയുന്നില്ല, ഒരാൾ റിവ്യൂ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നുമല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള നല്ല ഒരു 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 മാറ്റർ, ഒരു ത്രില്ലർ ജോണറിനകത്തുകൂടെ പറഞ്ഞുപോയി. അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. അപ്പം അല്ലാത്തവരിപ്പോൾ സസ്പെൻസ് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകരെന്ന് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവർ നിലം തൊടാതെ പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്സിലും അതാണ്. എല്ലാവരും എന്താ ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ കുറേ ലോജിക് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇത് ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്കൗട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോവുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. ബിജുടാ, ബിജുടെ ജിത്തിന്റെ എല്ലാ മൂവികളിലും നോക്കിക്കഴിഞ്ഞാൽ, ഒരുവിധം മൂവികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ